നാറ്റോയിലെ ഒരു രാജ്യം റഷ്യൻ വിമാനത്തെ വെടിവെച്ചിട്ടോ? വിഷമിക്കേണ്ട, ഇത് സമീപകാല എസ്കലേഷൻ ഒന്നും അല്ല. 10 വർഷം മുൻപ് നാറ്റോയിലെ രാജ്യമായ തുർക്കി അവരുടെ F-16 വെച്ച് റഷ്യയുടെ Su-24 ആദ്യമായി വെടിവെച്ചിട്ടു. 1950 ശേഷം ശത്രു രാജ്യം വെടിവെച്ചിട്ട ആദ്യ റഷ്യൻ വിമാനമായി ഇത് പതിവായി. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് അവസാനിച്ചതിനു ശേഷം പുടിൻ നേരിട്ട് തുർക്കിയെ നോക്കി നിങ്ങൾ എന്റെ പുറകിൽ കുത്തിയെന്ന പല വാക്കുകൾ പറഞ്ഞു. ഇത് പഴയ സംഭവമാണെങ്കിലും കേൾക്കാൻ വളരെ രസകരമായിരിക്കും. എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദമായി വീഡിയോയിലൂടെ അറിയാം. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ലളിതമായി ഒന്നറിയണം. കാരണം അതിനും ഇതിനും ഒരു അടുത്ത ബന്ധമുണ്ട്. റഷ്യയുടെ ഇടപെടൽ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തുർക്കി ഒരു കാര്യം പറഞ്ഞു. സിറിയൻ ആഭ്യന്തര യുദ്ധം 2011 സിറിയൻ സർക്കാരിന് എതിരെ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സിറിയൻ സൈന്യത്തിലെ ചില കമാൻഡോസിനെ പുറത്താക്കി. അതേസമയം സിറിയയിൽ ആഭ്യന്തര യുദ്ധവും നടക്കുന്നു. അതിനാൽ എല്ലാവരും ചേർന്ന് സിറിയൻ സർക്കാരിന് എതിരെ യുണൈറ്റഡ് സിറിയൻ പ്രതിപക്ഷ സേന എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. മാത്രവുമല്ല, ഫ്രീ സിറിയൻ ആർമി എന്ന മറ്റൊരു പേരും ഇതിനുണ്ട്. ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് ഈ ഫ്രീ സിറിയൻ ആർമി. പല വംശീയ വിഭാഗങ്ങളും സിറിയൻ സർക്കാരിന് എതിരെ പോരാടാൻ തുടങ്ങി. 2011 യുദ്ധം തുടങ്ങിയെങ്കിലും 2012 വരെ അമേരിക്ക നേരിട്ട് ഒരു പിന്തുണ നൽകിയിരുന്നില്ല. പകരം 2011 മുതൽ 12 വരെ അമേരിക്ക പരോക്ഷ പിന്തുണ നൽകി. അതായത് ഭക്ഷണ സാധനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, അടിയന്തര സാമഗ്രികൾ, മരുന്നുകൾ, ഭക്ഷണം ഇതെല്ലാം നൽകിയത് അമേരിക്കയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധത്തിലിറങ്ങി. അതിനുശേഷം തുർക്കി, ഇസ്രായേൽ, മറ്റ് നിരവധി രാജ്യങ്ങൾ അകത്തേക്ക് കടന്നു വന്നു. അവസാനം സിറിയൻ നേതാവ് റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചു. 2015 സെപ്റ്റംബർ 30 റഷ്യ നേരിട്ട് സിറിയൻ യുദ്ധത്തിൽ ചേർന്നു. സിറിയൻ സർക്കാരിന്റെ സൈന്യത്തിന് പിന്തുണ നൽകാൻ. എണ്ണയും പ്രകൃതി വിഭവങ്ങളും ധാരാളമുള്ള ഒരു രാജ്യമാണ് സിറിയ. അവിടെയുണ്ടായ ഒരു പ്രശ്നം കാരണം ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയൊക്കെ ആ രാജ്യത്തെ വിഭജിച്ചെടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു. ഈ മഹാശക്തികൾ എല്ലാം ചേർന്ന് സഹായം ചെയ്യുന്നുവെന്ന പേരിൽ ആ രാജ്യത്തിലെ പ്രകൃതി വിഭവങ്ങളെ എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ഒരു വശത്ത് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ പ്രശ്നം നടക്കുകയാണ്. മറുവശത്ത് നോക്കിയാൽ തുർക്കിയെ ആക്രമിക്കുന്നു. അതിന് അമേരിക്ക അവർക്ക് സപ്പോർട്ട് നൽകണം, റഷ്യയും അവർക്ക് സപ്പോർട്ട് നൽകണം. എന്നാൽ അതേസമയം ഗവൺമെന്റ് എന്ന നിലപാട് വരുമ്പോൾ റഷ്യയും തുർക്കിയും പരസ്പരം പോരടിക്കാൻ തുടങ്ങി. കൂടാതെ അവിടെ ISIS ഒക്കെ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. അവരെ ആക്രമിക്കുമ്പോൾ ഇവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും സിറിയയെ വിഭജിച്ചെടുത്തു. അത്തരം ഒരു യുദ്ധത്തിൽ റഷ്യ നേരിട്ട് വന്നതിന് ശേഷം അത് തുർക്കിക്ക് ധാരാളം പ്രവർത്തന പരിമിതികൾ നൽകി. കാരണം അത്യാധുനിക റഷ്യൻ വിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും, റഷ്യയുടെ റഡാറുകൾ അകത്തുണ്ട്. ഇങ്ങനെ പല സാഹചര്യങ്ങളിലും പല പരിമിതി തുർക്കിക്കുണ്ടായി. സിറിയൻ തുർക്കി അതിർത്തി വളരെ നീണ്ട അതിർത്തിയായിരുന്നു. അപ്പോൾ തുർക്കിയുടെ ഇടപെടലുകളിൽ ഒരുപാട് പ്രശ്നം വന്നു. പല സമയങ്ങളിൽ അവർക്കിടയിൽ സംഘർഷമുണ്ടായി. തുർക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന F-4 ഫാൻഡം എന്ന വിമാനം 2014 സിറിയൻ സൈന്യം വെടിവെച്ചിട്ടു. ഇതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു തുർക്കി. അപ്പോഴായിരുന്നു റഷ്യയുടെ Su-24 വിമാനം തുർക്കിയുടെ കെണിയിൽ കുടുങ്ങി. അതെന്താ, തുർക്കിയുടെ കെണിയിൽ കുടുങ്ങിയോ? അപ്പോ ഇതൊന്നും യാദൃശികമായി സംഭവിച്ചത് അല്ലേ? ഇങ്ങനെ ചോദിച്ചാൽ കഥ ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും പറയാം. അവസാനം ഈ ചോദ്യം ചോദിക്കാം, നിങ്ങൾ തന്നെ അതിനുള്ള ഉത്തരം പറയുക. നവംബർ 24, 2015 റഷ്യയുടെ 2 Su-24 വിമാനങ്ങൾ തുർക്കി അതിർത്തിയിലെ വിമത ഗ്രൂപ്പുകളെയും അവിടെയുള്ള സർക്കാർ വിരുദ്ധ സേനയെയും ആക്രമിച്ചു. ലഫ്റ്റനന്റ് കേണൽ പെസ്കോയും ക്യാപ്റ്റൻ മുറാഖിനും ചേർന്ന് ഈ Su-24 വിമാനങ്ങൾ കൊണ്ടുവന്നു. ഈ വിമാനങ്ങൾ സർക്കാരിന് എതിരെ പ്രവർത്തിക്കുന്നവരെ ആക്രമിച്ചപ്പോൾ പെട്ടെന്ന് ഈ 2 വിമാനങ്ങളെയും വെടിവെച്ചിടുന്നു. ആക്രമണത്തിനു ശേഷം ഈ 2 Su-24 വിമാനങ്ങളിലുണ്ടായിരുന്ന പൈലറ്റ് പുറത്തേക്കിറങ്ങി. എന്നാൽ ഒരു Su-24 വിമാനത്തിലെ പൈലറ്റിനെ അവിടെയുള്ള വിമത ഗ്രൂപ്പുകളും അവിടെയുള്ള സർക്കാർ വിരുദ്ധ സേനയും വെടിവെച്ചു വീഴ്ത്തി. ആ പൈലറ്റ് അവിടെ തന്നെ മരിക്കുന്നു. തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്നും റഷ്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ സംഭവം നടന്ന് അവസാനിച്ചു. ഇതിനുശേഷം റഷ്യ ആദ്യമായി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. സർക്കാർ വിരുദ്ധ സേന ഒരു സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് റഷ്യൻ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞു. സംഭവം നടന്ന ആദ്യത്തെ ദിവസം തന്നെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇത് അറിയിച്ചു.
എന്നാൽ അതിനുശേഷം തുർക്കിയിൽ നിന്ന് ഒരു വാർത്ത വന്നു, ഇത് വെടിവെച്ച് വീഴ്ത്തിയത് സിറിയയിൽ വെച്ചല്ല, ഞങ്ങളുടെ വ്യോമാതിർത്തിയിൽ വെച്ചാണ് വെടിവെച്ച് വീഴ്ത്തിയത്. റഷ്യൻ വിമാനങ്ങൾ തുർക്കിയുടെ വ്യോമാതിർത്തി ലംഘിച്ചു. റഷ്യൻ വിമാനങ്ങൾ തുർക്കിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അവരുമായി റേഡിയോയിൽ 10 തവണയെങ്കിലും ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു. ഞങ്ങൾ അവർക്ക് പല മുന്നറിയിപ്പുകൾ നൽകി. എന്നാൽ ആ മുന്നറിയിപ്പുകളൊന്നും റഷ്യൻ വിമാനങ്ങൾ ചെവികൊണ്ടില്ല. റഷ്യൻ വിമാനങ്ങൾ തുർക്കിയുടെ വ്യോമാതിർത്തി കടന്നപ്പോൾ ഞങ്ങളുടെ F-16 ഉപയോഗിച്ച് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് Su-24 വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് കാണിക്കാൻ ഒരു ഫ്ലൈറ്റ് പാത്ത് ഡേറ്റയും അവർ പ്രസിദ്ധീകരിച്ചു. അവരുടെ ഈ ഔദ്യോഗികമായ ചിത്രത്തിൽ ഈയൊരു പ്രദേശം നിങ്ങൾ നോക്കുക. ഒരു ചെറിയ കോൺ ആകൃതിയിലുള്ള ഒരു പ്രദേശം. ഇത് തുർക്കിയുടെ അതിർത്തിയാണ്. ഇവിടെ Su-24 വിമാനങ്ങൾ ഈ വ്യോമാതിർത്തിക്കുള്ളിൽ 5 കിലോമീറ്റർ വരെ തുളച്ചു കയറിയതായി അവർ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതെന്നും പറയുന്നു. എന്നാൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇത് അംഗീകരിച്ചില്ല. പുടിൻ നേരിട്ട് തന്നെ ഒരു പ്രസ്താവന നടത്തി. തുർക്കിയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതോടുകൂടി വഷളായി. കരിങ്കടൽ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സായുധ സംഘടനകൾ പൂർണ്ണമായും അവസാനിച്ചു. തുർക്കി റഷ്യയെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു. അവർ പിന്നിൽ നിന്നും കുത്തുകയാണ്. ഭീകരതയെ പിന്തുണയ്ക്കാനുള്ള ഈയൊരു തീരുമാനം തുർക്കിയിൽ നിന്നും വന്നത് ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. തുർക്കി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുറന്നു തന്നെ പറഞ്ഞു. പിന്നീട് റഷ്യ ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പല തെളിവുകളും നൽകി. അവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സിറിയയ്ക്കും തുർക്കിക്കും ഇടയിലുള്ള ഒരു കോൺ ആകൃതിയിലുള്ള അതിർത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് റഷ്യയുടെ വിമാനങ്ങൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആ രാജ്യത്ത് ഇതിനകം പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് തുർക്കിയുടെ വിമാനങ്ങൾക്കും ഭൂഗർഭ റഡാറുകൾക്കും റഷ്യയുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു യൂണിവേഴ്സൽ റേഡിയോ ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട്. എല്ലാവരും അംഗീകരിച്ച ഒരു റേഡിയോ ഫ്രീക്വൻസിയിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. അത് കേട്ട് റഷ്യൻ വിമാനങ്ങൾ തിരികെ വരികയും ചെയ്തു. എന്നാൽ ഈ സംഭവം നടന്ന അന്നത്തെ ദിവസം Su-24 വിമാനത്തിന് അങ്ങനെ യാതൊരു ആശയവിനിമയവും ലഭിച്ചില്ല. ഇതിൽ നിന്നും രക്ഷപ്പെട്ട പൈലറ്റ് ഒരുപാട് ഇന്റർവ്യൂസ് നൽകിയിരുന്നു, ഡോക്യുമെന്റ്സും ഉണ്ട്. ഇവർ രക്ഷപ്പെട്ടത് തന്നെ ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്, ഒരേയൊരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വിമാനം വെടിവെച്ച് വീഴ്ത്തുന്നതിന് മുൻപ് ആരും ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. 10 തവണ ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു. അതെല്ലാം വ്യാജ വാർത്തയാണ്. ഞങ്ങളുമായി ആരും സംസാരിച്ചിട്ടില്ല എന്ന സത്യം അദ്ദേഹം വെളിപ്പെടുത്തി. അങ്ങനെ ആ വിമാനത്തിന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സിറിയൻ പ്രതിപക്ഷ സേനയെ ആക്രമിച്ചിട്ട് ഞങ്ങളുടെ താവളത്തിലേക്ക് മടങ്ങി. അങ്ങനെ ഞങ്ങൾ മടങ്ങുമ്പോഴായിരുന്നു ഞങ്ങളുടെ വിമാനങ്ങളെ ആക്രമിച്ചത്. ഞങ്ങൾ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇതിനുശേഷം നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിനിടയിൽ ഞങ്ങൾ തുർക്കിയുടെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടേ ഇല്ല. സിറിയൻ തുർക്കി അതിർത്തിയിൽ മാത്രമാണ് ഞങ്ങൾ പറന്നത്. തുർക്കി അതിർത്തിയിലേക്ക് പ്രവേശിച്ചിട്ടേ ഇല്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ റഷ്യൻ വിമാന സേന അതിന്റെ ഫ്ലൈറ്റ് പാത്തും നൽകി. അതിൽ വെറും 600 മീറ്റർ മാത്രമാണ് തുർക്കി എയർ സ്പേസ് റഷ്യ വയലേറ്റ് ചെയ്ത് അകത്തേക്ക് പോയതായി കാണിച്ചത്. ഈ 600 മീറ്റർ എന്നത് സെക്കൻഡുകൾ മാത്രമാണ്. ഒരുപക്ഷെ ചില സെക്കൻഡ് അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാതെ ആയിരിക്കാം ആ വയലേഷൻ സംഭവിച്ചത്. കാരണം ആകാശത്തിന് നടുവിൽ ഇതാണ് നിങ്ങളുടെ അതിർത്തി, ഞങ്ങളുടെ അതിർത്തി എന്നൊന്നും കൃത്യമായി പറയാൻ കഴിയില്ല. 600 മീറ്റർ ലംഘിച്ചതിനു വേണ്ടിയാണ് തുർക്കി റഷ്യയുടെ Su-24 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയത്. റഷ്യയ്ക്ക് ഇത് അംഗീകരിക്കാനേ സാധിച്ചില്ല. ഒരുപക്ഷെ അകത്തേക്ക് കടന്ന് തുർക്കിയെ ആക്രമിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനാണ് പോയത് എങ്കിൽ സ്പെയർ പാർട്സ് സിറിയൻ ടെറിട്ടറിക്കുള്ളിൽ വീണിട്ടുണ്ടാകില്ല. തുർക്കിയിലായിരിക്കണം വീഴേണ്ടത്. എന്നാൽ കൃത്യം 700 മീറ്റർ അകലെ സിറിയയുടെ ബോർഡറിൽ നിന്നും 700 മീറ്റർ മാറിയാണ് ഈ വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ലഭിച്ചത്. തുർക്കി ഭാഗത്ത് ഒന്നും തന്നെ ലഭിച്ചില്ല. അപ്പോ തുർക്കിയിലേക്ക് Su-24 അറിഞ്ഞുകൊണ്ട് പോയിട്ടില്ല. എങ്കിൽ പോലും ചില കാരണങ്ങളാൽ, അതായത് പാസ്റ്റിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾ കാരണം സിറിയയിൽ തുർക്കിയെ ഫ്രീയായി പ്രവേശിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഇവിടെ തുർക്കി നേരിട്ട് റഷ്യയുടെ Su-24 വിമാനങ്ങളെ F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി. ഇതോടുകൂടി റഷ്യ തുർക്കി ബന്ധം ഏതാണ്ട് അവസാനിച്ചിരുന്നു. എന്നാൽ 2016 തുർക്കിയിൽ സൈനിക അട്ടിമറി നടന്നു. സൈന്യത്തിലെ 300ഓളം പേർ മരിച്ചു. കൂടാതെ 2500-ലധികം പേർക്ക് പരിക്കേറ്റു. ആരാണ് ഇത് ചെയ്തത് എന്ന് തുർക്കിക്ക് അറിയില്ല. പക്ഷെ അവർ ഒരു കാര്യം മനസ്സിലാക്കി, റഷ്യയെ നമ്മൾ ഒരിക്കലും എതിർക്കാൻ പാടില്ല.
2016 പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് പുടിന് ഒരു ഫോൺ കോൾ ചെയ്തു. 2 രാജ്യങ്ങളുടെ നേതാക്കന്മാരും ഫോണിൽ സംസാരിച്ചു. തുർക്കി പ്രസിഡന്റിന്റെ വാക്കുകൾ ആ സമയം ഇങ്ങനെയായിരുന്നു: ഈ പൈലറ്റ് മരിച്ചതിൽ ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇത് ഔദ്യോഗികമായി അവരുടെ നോട്ട്സിൽ തന്നെ അവർ നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. ഈ ഫോൺ കോളിന് ശേഷം തുർക്കിക്കും റഷ്യയ്ക്കും ഇടയിൽ ബന്ധം ഒരു സാധാരണ നിലയിലായി. അമേരിക്കയിൽ നിന്ന് അമേരിക്ക ചെറുതായി ഒന്ന് പിന്മാറാൻ തുടങ്ങിയത് ആ സമയമാണ്. പിന്നീട് റഷ്യയിൽ നിന്നും S-400 വാങ്ങി. S-400 വാങ്ങിയത് കാരണം F-35 പ്രോഗ്രാമിൽ നിന്നും തുർക്കിയെ പുറത്തേക്ക് എറിഞ്ഞാലും അതവർ വലിയ കാര്യമായി എടുത്തില്ല. റഷ്യയുമായി ഒരു നല്ല ബന്ധം നിലനിർത്താൻ മാത്രം അവർ ആഗ്രഹിച്ചു. എങ്കിലും റഷ്യയിലും നാറ്റോയിലും ഒരുപോലെ കളിക്കുന്ന ഒരു കീ പ്ലെയറായി തുർക്കി മാറി. 2014 ക്രീമിയ റഷ്യ പിടിച്ചെടുത്തപ്പോൾ തുർക്കി റഷ്യയെ പിന്തുണച്ചു. കരിങ്കടൽ എൻട്രി തുർക്കിയിലാണുള്ളത്. അത് മുഴുവനും അവർ ക്ലോസ് ചെയ്തു. അതിനവർ പറഞ്ഞ കാരണം അന്താരാഷ്ട്ര സംഘടനത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മൂന്നാമത് ഒരു രാജ്യം ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിലൂടെ ഈ ആനുകൂല്യം പോകുന്നത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ എൻട്രി അവർ അവിടെ തടഞ്ഞു. ഇത് റഷ്യയ്ക്കുള്ള ഒരു വലിയ പിന്തുണയായി മാറി. ഇന്നുവരെയും തുർക്കി അവിടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.